നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. നിരവധി പേർ അവരുടെ ഭാഗ്യദോഷത്തെ കുറിച്ച് പറയാറുണ്ട്. എന്ത് ചെയ്താലും ഒരു ഭാഗ്യത്തിന്റെ ആനുകൂല്യം അവർക്ക് ലഭിക്കാറില്ല. വളരെയേറെ കഠിന പ്രയത്നം ചെയ്യുന്നവരും നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ളവരും നല്ല ഈശ്വര വിശ്വാസികളായിട്ടുള്ളവരും ഒക്കെ മന്ത്രോപാസനയും മന്ത്രജപവും ഒക്കെ നടത്തിയിട്ടും നിരവധി വഴിപാടുകൾ ചെയ്തിട്ടും ഭാഗ്യം ഉണ്ടാകില്ല. ഒരു ഭാഗ്യത്തിന്റെ അഭാവം ചിലർക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. അത് ജാതകത്തിലെ ദോഷമായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഭഗവാന്റെ 6 മന്ത്രങ്ങൾ പ്രയോജനപ്പെടുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സുബ്രഹ്മണ്യ ഭഗവാന്റെ 6 മന്ത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഭാഗ്യം തെളിയുവാനുള്ള 6 മന്ത്രങ്ങൾ. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. നമുക്ക് മന്ത്രത്തിന്റെ കാര്യങ്ങൾ പരിചയപ്പെടാം. ഭാഗ്യം തെളിയുക കൂടാതെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിക്കായിട്ടും വിദ്യാവിജയത്തിനായിട്ടും തൊഴിലിലൊക്കെ ശോഭിക്കാനായിട്ടും ഈ മന്ത്രം ഉപയോഗിക്കാം. നമുക്ക് മന്ത്രം ജപിക്കേണ്ട വിധവും മറ്റും ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇത് ഏതെങ്കിലും ഒരു ഷഷ്ടി ദിവസം ജപിച്ചു തുടങ്ങേണ്ട മന്ത്രമാണ്. സ്കന്ദഷഷ്ടി ദിവസം ജപിച്ചു തുടങ്ങിയാൽ ഏറ്റവും ഉചിതമാണ്. അത് സാധിക്കാതെ വരുന്നവർ ഏതെങ്കിലും ഒരു ഷഷ്ടി ദിവസം ജപം ആരംഭിക്കുക. വിധിപ്രകാരം വേണം മന്ത്രജപം നടത്താനായിട്ട്. മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് വേണം മന്ത്രം ജപിക്കുന്ന ദിവസങ്ങളിൽ കഴിയുവാൻ. ഈ മന്ത്രം ജപിക്കുന്ന ദിവസങ്ങളിൽ 2 നേരം കാലത്തും വൈകിട്ടും 36 തവണ വീതം ഈ 6 മന്ത്രത്തെയും ജപിക്കുക. 6 മന്ത്രങ്ങളും ഓരോ പ്രാവശ്യം ജപിച്ചു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം എന്നുള്ള കണക്കിൽ 36 പ്രാവശ്യം ഈ മന്ത്രങ്ങളെ ജപിക്കുക. അങ്ങനെ കാലത്തും വൈകിട്ടും ഷഷ്ടിയിൽ ആരംഭിച്ച് 41 ദിവസം തുടർച്ചയായിട്ട് ജപിക്കേണ്ടതാണ്. ഒരു ദിവസം ഒരു നേരം 36 പ്രാവശ്യമാണ് ജപം നടത്തേണ്ടത്. നമുക്കിനി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം സനൽകുമാരായ നമഃ, ഓം സ്കന്ദായ നമഃ, ഓം ഇന്ദ്രായ നമഃ, ഓം വിശാഖായ നമഃ, ഓം ഷഷ്ടയേ നമഃ, ഓം ഷൺമുഖായ നമഃ. മന്ത്രം ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം സനൽകുമാരായ നമഃ, ഓം സ്കന്ദായ നമഃ, ഓം ഇന്ദ്രായ നമഃ, ഓം വിശാഖായ നമഃ, ഓം ഷഷ്ടയേ നമഃ, ഓം ഷൺമുഖായ നമഃ. മന്ത്രത്തെ വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം സനൽകുമാരായ നമഃ, ഓം സ്കന്ദായ നമഃ, ഓം ഇന്ദ്രായ നമഃ, ഓം വിശാഖായ നമഃ, ഓം ഷഷ്ടയേ നമഃ, ഓം ഷൺമുഖായ നമഃ. സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭക്തി വിശ്വാസത്തോടുകൂടി മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് നിഷ്ഠയോടുകൂടി ഈ മന്ത്രത്തെ 41 ദിവസം ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഭാഗ്യം തെളിയുന്നതാണ്. ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആരോഗ്യസിദ്ധിക്ക് ജപിക്കേണ്ടതായിട്ടുള്ള സർപ്പമന്ത്രത്തെയാണ്. രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും പൊതുവെ ആരോഗ്യക്കുറവുള്ളവരും ഒക്കെ ഈ സർപ്പമന്ത്രത്തെ നിത്യം ജപിക്കാവുന്നതാണ്. നിത്യജപത്തിനായിട്ടും ആരോഗ്യം വീണ്ടെടുക്കേണ്ടവർക്കും ഒക്കെ ഈ മന്ത്രത്തെ കൃത്യമായിട്ട് ആ നിഷ്ഠയോടുകൂടി ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാകും. സർപ്പങ്ങൾ കുണ്ടലിനി ശക്തിയുടെ പ്രതീകങ്ങളാണ്. നമ്മളുടെ കണ്ണിൽ കണ്ട ദൈവങ്ങളാണ്. ഫലദാന വിഷയത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന ദേവതമാരാണ് സർപ്പങ്ങൾ. 36 പ്രാവശ്യം വീതം 18 ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രത്തെ ജപിക്കേണ്ടതാണ്. മത്സ്യമാംസാദികൾ ഒഴിവാക്കി വ്രതശുദ്ധിയോടുകൂടി ഈ മന്ത്രത്തെ കാലത്തും വൈകിട്ടും ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. സ്ത്രീകൾ 9 ദിവസങ്ങളിലായിട്ട് 2 പ്രാവശ്യമായിട്ട് ജപിക്കുക. ഈ മന്ത്രം നിത്യജപത്തിനും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് കൂടി പരിശോധിക്കാം. ഓം ഹ്രീം സർപ്പരാജേശ്വരായ രാജായ ഹ്രീം നമഃശിവായ ഹ്രീം. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ വിധിപ്രകാരം നിഷ്ഠയോടുകൂടി കൃത്യമായിട്ട് ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട്
നാഗദൈവങ്ങൾ അനുഗ്രഹിക്കുന്നതാണ്. ഇന്ന് അലസത മാറ്റാൻ നമുക്ക് ജപിക്കാവുന്ന 5 മന്ത്രങ്ങളെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഈ 5 മന്ത്രങ്ങളും ഒന്നിച്ച് ചേർത്ത് ജപിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മളുടെ തൊഴിലിലും മറ്റും എല്ലാ കാര്യങ്ങളിലും അലസത ഒരു പ്രശ്നമായിട്ട് തീരാറുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരുടെ സ്വഭാവത്തിൽ ഒരു അലസത ഉറങ്ങിക്കിടപ്പുണ്ട്. ആ അലസത നമ്മൾ ആലസ്യത്തിലേക്ക് പോകുന്ന പക്ഷം നമുക്ക് അത് ഒട്ടേറെ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാം. ജീവിതത്തെ തന്നെ അത് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. അലസത ഉള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഈ മന്ത്രത്തെ ജപിക്കുക. തീർച്ചയായിട്ടും അലസത മാറുന്നതാണ്. അലസത മാറാനുള്ള 5 മന്ത്രം 5 മന്ത്രം ഒന്നിച്ചു ചേർത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റിമറിക്കാം. ഉത്സാഹഭരിതമായിട്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതിന് ഈ മന്ത്രം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഈ 5 മന്ത്രങ്ങളും നിങ്ങൾ വൈകിട്ട് മാത്രമാണ് ജപിക്കേണ്ടത്. 5 മന്ത്രങ്ങൾ ഒന്നിച്ച് ജപിച്ചു കഴിയുമ്പോൾ ഒരു മന്ത്രമായിട്ട് കണക്കാക്കുക. അങ്ങനെ 12 പ്രാവശ്യം ഈ മന്ത്രത്തെ ജപിച്ചതിന് ശേഷം അത് 28 ദിവസങ്ങളിൽ ആവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മടി മാറി നിങ്ങൾ എല്ലാ പ്രവർത്തന മേഖലകളിലും നല്ല വേഗം കൈവരിക്കുകയും നല്ല രീതിയിൽ പുരോഗമനം ഉണ്ടാക്കുകയും ചെയ്യും. തിങ്കളാഴ്ച ദിവസമാണ് ഈ മന്ത്രം ജപിച്ചു തുടങ്ങുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഒരു തിങ്കളാഴ്ച ജപം ആരംഭിച്ചുകൊണ്ട് 28 ദിവസം പൂർത്തിയാക്കുക. വൈകുന്നേരങ്ങളിലാണ് മന്ത്രം ജപിക്കേണ്ടത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുകൂടി പരിചയപ്പെടാം. ഓം യോഗീശ്വരായ നമ, ഓം യോഗകന്ത്രേ നമ, ഓം യോഗസ്ഥായ നമ, ഓം യോഗനാഥായ നമ, ഓം യോഗാത്മനേ നമ, ഓം യോഗീശ്വരായ നമ, ഓം യോഗകന്ത്രേ നമ, ഓം യോഗസ്ഥായ നമ, ഓം യോഗനാഥായ നമ, ഓം യോഗാത്മനേ നമ, ഓം യോഗീശ്വരായ നമ, ഓം യോഗകന്ത്രേ നമ, ഓം യോഗസ്ഥായ നമ, ഓം യോഗനാഥായ നമ, ഓം യോഗാത്മനേ നമ, ഓം യോഗീശ്വരായ നമ, ഓം യോഗകന്ത്രേ നമ, ഓം യോഗസ്ഥായ നമ, ഓം യോഗനാഥായ നമ, ഓം യോഗാത്മനേ നമ, ഓം യോഗീശ്വരായ നമ, ഓം യോഗകന്ത്രേ നമ, ഓം യോഗസ്ഥായ നമ, ഓം യോഗനാഥായ നമ, ഓം യോഗാത്മനേ നമ, ഓം യോഗീശ്വരായ നമ, ഓം യോഗകന്ത്രേ നമ, ഓം യോഗസ്ഥായ നമ, ഓം യോഗനാഥായ നമ, ഓം യോഗാത്മനേ നമ. ഇപ്രകാരം ഈ 5 മന്ത്രങ്ങളെ 28 ദിവസം ഒരു ദിവസം 12 പ്രാവശ്യം വീതം ജപിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മടി മാറും. എന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ബാലഗണപതി മന്ത്രമാണ്. മുഗ്ധല പുരാണത്തിൽ 32 ഗണപതി ഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോരോ ആവശ്യങ്ങൾക്ക് ഓരോ ഭാവത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഫലദാന സിദ്ധിയാണുള്ളത്. ഉപാസകർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ ഗണപതി രൂപത്തെയും തിരഞ്ഞെടുത്ത് ഭജിക്കാവുന്നതാണ്. അപ്രകാരം ഈ 32 ഗണപതി മന്ത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇന്നു മുതൽ നമുക്ക് മുഗ്ധല പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന 32 ഭാവത്തിലുള്ള ഗണപതി രൂപങ്ങളെ പരിചയപ്പെടാം. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഓരോ ഭാവത്തിലുമുള്ള ഗണപതിയെ ഉപാസിക്കുമ്പോൾ അതാത് ഗണപതി രൂപത്തിന് പറഞ്ഞിട്ടുള്ള നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് വേണം ഉപാസിക്കാനായിട്ട്. ഗണപതിയുടെ 32 ഭാവങ്ങളിൽ ഉച്ഛിഷ്ട ഗണപതി, ശക്തി ഗണപതി എന്നീ ഗണപതി ഭാവങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ബാലഗണപതി ഭാവത്തെയാണ്. ബാലഗണപതിയെ ഭജിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് ഫലമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാത്വികമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള പക്ഷം അത് നിറവേറ്റാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബാലഗണപതിയെ ഭജിച്ചുകൊണ്ട് ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബാലഗണപതി മന്ത്രവും അതിന്റെ ഉപാസനാ വിധിയും ഒക്കെ ഒന്ന് പരിശോധിക്കാം. ഓം കരസ്ഥകദലീചൂത പരസേക്ഷുക മോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. ഓം കരസ്ഥ കദലീചൂത പരസേക്ഷുക മോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. ഓം കരസ്ഥ കദലീചൂത പരസേക്ഷുക മോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. ഓം കരസ്ഥ കദലീചൂത പരസേക്ഷുക മോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. ഓം കരസ്ഥ കദലീചൂത പരസേക്ഷുക മോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. ഓം കരസ്ഥ കദലീചൂത പരസേക്ഷുക മോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. ഓം കരസ്ഥ കദലീചൂത പരസേക്ഷുക മോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. ഓം കരസ്ഥ കദലീചൂത പരസേക്ഷുക മോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. ഇപ്രകാരം ഈ മന്ത്രത്തെ
സിദ്ധി വരുത്താൻ ആഗ്രഹിക്കുന്നവര് ഗുരുപദേശം തേടിയതിനു ശേഷം സിദ്ധി വരുത്താവുന്നതാണ്. ഗുരു ഉപദേശിക്കുന്ന രീതിയിൽ ആ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് സിദ്ധി വരുത്തുക. നിത്യജപത്തിനായിട്ടും നമുക്ക് ബാലഗണപതിയെ ഭജിക്കാവുന്നതാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് നിത്യജപത്തിലും നമുക്ക് ബാലഗണപതി മന്ത്രത്തെ ഉൾപ്പെടുത്താം. അതിന് പ്രത്യേക നിഷ്ഠകളോ ജപിക്കുന്ന മന്ത്രത്തിന് എണ്ണങ്ങളോ ഒന്നും നോക്കേണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ ബാലഗണപതി മന്ത്രത്തെ നിത്യം ജപിക്കാം. നമുക്കിനി മന്ത്രത്തിന്റെ അർത്ഥവും ബാലഗണപതി രൂപത്തിന്റെ പ്രത്യേകതകളും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. 4 കൈകളാണ് ബാലഗണപതിക്കുള്ളത്. ആ 4 കൈകളിലുമായിട്ട് 4 ഫലങ്ങളെ കരസ്ഥമാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. കദളിപ്പഴം, ചക്ക, മാങ്ങ, കരിമ്പ് എന്നീ 4 ഫലങ്ങളാണ് ഗണപതി 4 കരങ്ങളിലായിട്ട് എഴുതിയിരിക്കുന്നത്. കൂടാതെ തുമ്പിക്കൈയിൽ മോദകവും പിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്രകാരം 4 കരങ്ങളിലായിട്ട് ഈ 4 ഫലങ്ങളെയും തുമ്പിക്കൈയിൽ മോദകത്തെയും പിടിച്ചിരിക്കുന്ന ബാലഗണപതി ഭാവത്തെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഈ മന്ത്രം വളരെയേറെ ഫലസിദ്ധിയുള്ളതാണ്. ഇഷ്ടകാര്യ സാധ്യത്തിനും ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായിട്ട് നമുക്ക് നിത്യം ജപിക്കാം. എല്ലാവർക്കും ബാലഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് ബാലാ ത്രിപുര സുന്ദരി ഗായത്രി മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്. നിരവധി ഗായത്രി മന്ത്രങ്ങൾ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ത്രിപുര സുന്ദരി ഗായത്രി മന്ത്രം തന്നെ 6 എണ്ണം പരിചയപ്പെട്ടു. അതുപോലെ തന്നെ മാതംഗി ഗായത്രി മന്ത്രം, ശ്യാമള ഗായത്രി മന്ത്രം തുടങ്ങി നാനാവിധത്തിലുള്ള ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ബാലാ ത്രിപുര സുന്ദരി ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്ക് ജപിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമായിട്ടാണ് ബാലാ ത്രിപുര സുന്ദരി ഗായത്രി മന്ത്രത്തെ കാണുന്നത്. കുട്ടികളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും അവരുടെ പഠന മികവിനും ഒക്കെ നിത്യം ജപിക്കാവുന്ന മന്ത്രമാണ്. കുട്ടികൾക്ക് സ്വയം ജപിക്കാൻ കഴിവുള്ള കുട്ടികൾ, ആ പ്രായത്തിലുള്ള കുട്ടികൾ നിത്യം ബാലാ ത്രിപുര സുന്ദരി ഗായത്രി മന്ത്രത്തെ ജപിക്കുക. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ ഭാഗ്യത്തിനും അവരുടെ നല്ല ജീവിതത്തിനും ഒക്കെ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്കും ഈ ഗായത്രി മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. ഈ ഗായത്രി മന്ത്രം നിത്യം 9 തവണ കുറഞ്ഞത് ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. കൂടുതലായിട്ട് ജപിക്കാൻ സാധിക്കുന്നവർ 21, 36, 41, 108 ഒക്കെ തവണകളിൽ ജപിക്കുക. വിശേഷ അവസരങ്ങളിൽ കുട്ടികളുടെ പരീക്ഷകളൊക്കെ നടക്കുന്ന സമയത്ത് കൂടുതൽ തവണ ജപിക്കുകയാണെങ്കിൽ അതിന് വിശേഷ ഫലസിദ്ധി ഉണ്ടാകും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിശക്തി കൂട്ടാനും ഒക്കെ അവരെ ഈ മന്ത്രജപം സഹായിക്കുന്നതാണ്. കൂടാതെ കുട്ടികളിലേക്ക് മറ്റുള്ളവരുടെ ഒരു വശീകരണം, ആകർഷകത്വം ഒക്കെ ലഭിക്കുന്നതിനും ഈ മന്ത്രം സഹായിക്കും. മന്ത്രം ജപിക്കുന്നത് കേൾക്കുന്നത് പോലും വളരെ വിശേഷ ഫലത്തെ നൽകുന്നതാണ്. കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് ഈ മന്ത്രത്തിന്റെ പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിത്യം ബാലാ ത്രിപുര സുന്ദരി ഗായത്രി മന്ത്രത്തെ ജപിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം. മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. ഓം ത്രിപുര സുന്ദരി വിദ്മഹേ കാമേശ്വരി ച ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ത്രിപുര സുന്ദരി വിദ്മഹേ കാമേശ്വരി ച ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ത്രിപുര സുന്ദരി വിദ്മഹേ കാമേശ്വരി ച ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ത്രിപുര സുന്ദരി വിദ്മഹേ കാമേശ്വരി ച ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ത്രിപുര സുന്ദരി വിദ്മഹേ കാമേശ്വരി ച ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ത്രിപുര സുന്ദരി വിദ്മഹേ കാമേശ്വരി ച ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ത്രിപുര സുന്ദരി വിദ്മഹേ കാമേശ്വരി ച ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ത്രിപുര സുന്ദരി വിദ്മഹേ കാമേശ്വരി ച ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ത്രിപുര സുന്ദരി വിദ്മഹേ കാമേശ്വരി ച ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ത്രിപുര സുന്ദരി വിദ്മഹേ കാമേശ്വരി ച ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഈ ബാലാ ത്രിപുര സുന്ദരി ഗായത്രി മന്ത്രത്തെ എല്ലാവരും നിത്യം ജപിക്കുക. ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ബുധമന്ത്രമാണ്. രാശിചക്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഒരു രാശി മാറുന്ന ഗ്രഹമാണ്. വിദ്യാകാരകനാണ് ബുധൻ. ബുധൻ ഒരു ശുഭഗ്രഹം കൂടിയാണ്. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ബുധമന്ത്രം ഒന്ന് പരിചയപ്പെടാം. ഓം പ്രിയങ്കു കലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഓം പ്രിയങ്കു കലികാശ്യാമം രൂപേണ പ്രതിമാം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഓം പ്രിയങ്കു കലികാശ്യാമം രൂപേണ പ്രതിമാം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഓം പ്രിയങ്കു കലികാശ്യാമം രൂപേണ പ്രതിമം ബുധം
സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഓം പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഓം പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഓം പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമാം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഓം പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമാം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഓം പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമാം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഇപ്രകാരം ഈ മന്ത്രത്തെ മറ്റ് നവഗ്രഹ മന്ത്രങ്ങൾക്ക് ഒപ്പം ജപിക്കാം. നവഗ്രഹങ്ങളുടെ എല്ലാം കൂടിയുള്ള നവഗ്രഹങ്ങളുടെ സംയുക്ത പ്രാർത്ഥന മന്ത്രത്തെ ജപിച്ചതിന് ശേഷം ആദിത്യ മന്ത്രത്തെയും ശേഷം ചന്ദ്രമന്ത്രത്തെയും അതിനുശേഷം ചൊവ്വ മന്ത്രത്തെയും ജപിച്ചതിന് ശേഷം അഞ്ചാമതായിട്ടാണ് ബുധമന്ത്രത്തെ ജപിക്കേണ്ടത്. പ്രത്യേകമായിട്ട് ബുധപ്രീതി ആഗ്രഹിക്കുന്നവർക്ക് ഈ ബുധമന്ത്രത്തെ പ്രത്യേകമായിട്ട് കൂടുതലായിട്ട് തവണകളിൽ ജപിക്കാം. 108 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ അത് ശുഭഫലത്തെ നൽകുന്നതാണ്. ബുധന്റെ രാശിയിൽ ജനിച്ചവരും ബുധപ്രീതി ആഗ്രഹിക്കുന്നവരും ജാതകത്തിൽ ബുധൻ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവരും ഒക്കെ ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക. ഇന്ന് ചന്ദ്രദർശന ഫലവും ചന്ദ്രനെ ദർശിച്ചാൽ എന്താണ് ചൊല്ലേണ്ട മന്ത്രവും എന്നുള്ള വിഷയമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ചന്ദ്രനെ ദർശിക്കുന്നത് വഴി ഓരോ സമയത്തും ഓരോ ഫലത്തെ പറയുന്നുണ്ട്. ആ ഫലം നല്ലതാണെങ്കിൽ ആ നല്ല ഫലത്തെയും ദോഷഫലത്തെയും ഒക്കെ ഇല്ലാതാക്കാനും നല്ല ഫലത്തെ സ്വീകരിക്കാനും ഒക്കെ ആയിട്ട് ചന്ദ്രനെ ദർശിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രവും പരിചയപ്പെടുത്തുന്നുണ്ട്. പലരും അറിയാത്ത ഒരു കാര്യമാണ്. ചന്ദ്രനെ അറിയാതെ പോലും ഇത്തരത്തിൽ കാണുന്ന മാത്രയിൽ മന്ത്രം ജപിക്കണമെന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള പല വശങ്ങളുമുണ്ട്. ചന്ദ്രൻ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ധാരാളമായിട്ട് ഫലം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ്. ഗ്രഹണത്തിന്റെ ഭാഗമായിട്ട് പലർക്കും ശ്വാസം മുട്ടൽ, ആത്മ ഒക്കെ വർദ്ധിക്കുന്നതും വേലിയേറ്റം ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായി നമ്മളിലേക്ക് സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു ഗ്രഹം എന്ന നിലയിൽ ചന്ദ്രനെ ദർശിക്കുമ്പോൾ മന്ത്രം ചെല്ലുന്നത് എന്തുകൊണ്ടും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പഴമക്കാർ ചെയ്തിരുന്ന ആ ശീലത്തെ നമുക്കും പിന്തുടരാം. കർത്തവാവിന് ശേഷം വരുന്ന 3 ദിവസത്തിനുള്ളിൽ ചന്ദ്രനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള ഫലത്തെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിൽ കർത്തവാവ് കഴിഞ്ഞു വരുന്ന 3 ദിവസത്തിനുള്ളിൽ നാം ഏതെങ്കിലും തരത്തിൽ ആദ്യമായിട്ട് ചന്ദ്രനെ കാണുമ്പോൾ ആ കാണുന്ന ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് പൂർവികർ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യത്തെ പൊതുവായിട്ടൊന്ന് ചിന്തിക്കാം. മേഘങ്ങൾക്കിടയിലാണ് ചന്ദ്രനെ ദർശിക്കുന്നതെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും എന്നാണ് പറയുന്നത്. മരങ്ങൾക്കിടയിലൂടെ മരങ്ങളുടെ മറവിലായിട്ട് ചന്ദ്രനെ കാണുകയാണെങ്കിൽ ദ്രവ്യനഷ്ടം, അതായത് സാധന സാമഗ്രികളോ ധനമോ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയുന്നത്. കൂടാതെ വെള്ളത്തിൽ ചന്ദ്രന്റെ പ്രതിബിംബം ദർശിക്കുകയാണെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയും. ഇതെല്ലാം മേൽപ്പറഞ്ഞ ഈ കാര്യങ്ങൾ 3 കാര്യങ്ങളും സംഭവിക്കുന്നത് ചന്ദ്രനെ 3 ദിവസത്തിനുള്ളിൽ, കറുത്തവാവ് കഴിഞ്ഞുള്ള 3 ദിവസത്തിനുള്ളിൽ ദർശിച്ചാൽ മാത്രമാണ്. അല്ലാതുള്ള ദിവസങ്ങളിലൊന്നും ദർശിച്ചാൽ കുഴപ്പമില്ല. ഇതുകൂടാതെ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കുന്നത് ദോഷമായിട്ട്, ഒരു ഗണപതിയുടെ ശാപമായിട്ട് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ആ വിഷയം ഇതിലേക്ക് വരുന്നില്ല. ഇതുകൂടാതെ ഓരോ ആഴ്ച ദിവസങ്ങളിലും ദർശിച്ചാൽ ഓരോരോ പ്രത്യേകതയുള്ള ഫലത്തെ കൂടി പറയുന്നുണ്ട്. നമുക്ക് ഓരോ ആഴ്ച ദിവസങ്ങളിലും ചന്ദ്രദർശനത്തിന്റെ ഫലത്തെ കൂടി പറയാം. ഞായറാഴ്ച ജീവിത സുഖം ഉണ്ടാകുമെന്നും തിങ്കളാഴ്ചയാണ് ദർശിക്കുന്നതെങ്കിൽ ജാള്യം ഉണ്ടാകുമെന്നും ആണ് അർത്ഥം പറയുന്നത്. അതായത് ജാള്യം എന്നാൽ അപമാനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യത. ചൊവ്വാഴ്ചയാണ് ദർശിക്കുന്നതെങ്കിൽ ആപത്തുണ്ടാകാൻ സാധ്യതയെന്നും ബുധനാഴ്ചയാണെങ്കിൽ ഭയം വർദ്ധിക്കും, ഭയം വർദ്ധിക്കാൻ സാഹചര്യം ഒരുങ്ങും എന്നാണ് പറയുന്നത്. വ്യാഴാഴ്ച ദർശിക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ധനത്തിന് ലാഭം ഉണ്ടാകാൻ, ധനം നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്യും. വെള്ളിയാഴ്ച ദർശിക്കുക വഴി ദാമ്പത്യ സുഖം ഉണ്ടാകും, പൊതുവെ ജീവിതത്തിൽ സുഖമുണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശനിയാഴ്ച ദർശിക്കുക വഴി നാശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്തെങ്കിലും തരത്തിലുള്ള വസ്തുവകകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധന സാമഗ്രികളൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയുന്നത്. ഇപ്രകാരം ഓരോ ദിവസവും ചന്ദ്രനെ ദർശിക്കുക വഴി ദോഷങ്ങളുള്ള ദിവസമാണെങ്കിൽ ദോഷപരിഹാരത്തിനും
ഗുണങ്ങൾ ഉള്ള ദിവസമാണെങ്കിൽ ഗുണങ്ങൾ ലഭിക്കാനുമായിട്ട് ചന്ദ്രന്റെ മന്ത്രം ജപിക്കുക എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചന്ദ്രനെ ദർശിച്ചാൽ എന്ത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്നുകൂടി പരിശോധിക്കാം. ഓം ദദീശങ്ക് തുഷാരാഭം ക്ഷീരാർണവ സമുദ്ഭവം നമാമി ശശിരം സോമം ശംഭോർമകുടഭൂഷണം. ഓം ദദീശങ്ക് തുഷാരാഭം ക്ഷീരാർണവ സമുദ്ഭവം നമാമി ശശിരം സോമം ശംഭോർമകുടഭൂഷണം. ഓം ദദീശങ്ക് തുഷാരാഭം ക്ഷീരാർണവ സമുദ്ഭവം നമാമി ശശിരം സോമം ശംഭോർമകുടഭൂഷണം. ഇപ്രകാരം ഈ മന്ത്രത്തെ ജപിക്കുക. ചന്ദ്രദർശന ഫലം കൊണ്ടുള്ള ദോഷവും ഇല്ലാതാക്കാനും ഗുണങ്ങൾ ലഭിക്കാനുമായിട്ട് ഈ മന്ത്രത്തെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ചന്ദ്രഗ്രഹം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രസ്തുതിയും ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെയേറെ നിർണായകമാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കാനും ഐശ്വര്യത്തോടു കൂടി ജീവിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. 12 രാശികളെയും സങ്കല്പിക്കപ്പെടുന്ന കാലപുരുഷന്റെ മനസ്സായിട്ടാണ് ചന്ദ്രനെ കണക്കാക്കപ്പെടുന്നത്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനായിട്ടാണ് പറയപ്പെടുന്നത്. നക്ഷത്രങ്ങളുടെ എല്ലാം പൂർണ്ണാധിപത്യം ചന്ദ്രനാണ് എന്നാണ് പറയുന്നത്. ചന്ദ്രദോഷ ശാന്തിക്കായിട്ടും ജാതകത്തിൽ ചന്ദ്രന് ബലക്കുറവുള്ളവരും ചന്ദ്രപ്രീതി ആഗ്രഹിക്കുന്നവരും ഒക്കെ നിത്യം ചന്ദ്രമന്ത്രത്തെ ജപിക്കേണ്ടതാണ്. നവഗ്രഹ മന്ത്രങ്ങളെല്ലാം ചേർത്ത് ജപിക്കുന്നത് ഗ്രഹദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സഹായിക്കും. നമുക്കിനി ചന്ദ്രമന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ദദീശങ്ക് തുഷാരാഭം ക്ഷീരോദ്ധാർണവ സംഭവം നമാമി ശശിരം സോമം ശംഭോർമകുടഭൂഷണം. 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 ചന്ദ്രദോഷങ്ങൾ ഇല്ലാതാക്കാനും ചന്ദ്രപ്രീതിക്കുമായിട്ട് ഈ മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിക്കുക. എല്ലാ നവഗ്രഹ മന്ത്രങ്ങളും ഒന്നിച്ച് ജപിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സമയത്തിനനുസരിച്ച് ജപത്തിന്റെ സംഖ്യ തെരഞ്ഞെടുത്ത് ജപിക്കുക. ചന്ദ്രന് സോമൻ എന്നും പേരുണ്ട്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്, അതോടൊപ്പം തന്നെ മാതൃകാരകൻ കൂടിയാണ്. ഗ്രഹങ്ങളിൽ അമ്മയുടെ സ്ഥാനമാണ് ചന്ദ്രന്. ചന്ദ്രപ്രീതി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ചൊവ്വയുടെ മന്ത്രമാണ്. ചൊവ്വ ഭൂമികാരകനാണ്, സഹോദരകാരകനാണ്. നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹമാണ്. ഏറ്റവും കൂടുതൽ ശക്തി ഒക്കെ പറയുന്ന ഗ്രഹമാണ് ചൊവ്വ. വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ വിവാഹ വിഷയത്തിലൊക്കെ ചൊവ്വയെ എല്ലാവരും പേടിക്കുന്നുണ്ട്. എന്നാൽ ചൊവ്വ നല്ല നല്ല ഫലങ്ങളും ചെയ്യുന്ന ഗ്രഹമാണ്. ചൊവ്വ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണവും വളരെ നല്ല ഫലങ്ങളെ നൽകുന്നവയാണ്. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ചൊവ്വ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ധരണീം ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ഓം ധരണീം ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ഓം ധരണീം ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ഓം ധരണീം ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ഓം ധരണീം ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ഓം ധരണീം ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ഓം ധരണീം ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ഇതിൽ വിദ്യുത് കാഞ്ചന സന്നിഭം എന്നും ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാറുണ്ട്. ഓം ധരണി ഗർഭസംഭൂതം വിദ്യുത് കാഞ്ചന സന്നിഭം കൗമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ഇപ്രകാരം ജപിക്കാറുണ്ട്. വിദ്യുത് കാഞ്ചന സന്നിഭം എന്നും വിദ്യുത് കാന്തി സമപ്രഭം എന്നും പല ഗ്രന്ഥങ്ങളിലും വ്യത്യസ്തമായിട്ട് കാണാറുണ്ട്. എന്നാൽ അർത്ഥത്തിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ഏത് വാക്കുകളും നമുക്ക് പ്രയോഗിക്കാം.
ഈ മന്ത്രത്തെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടാകും. ചൊവ്വാപ്രീതിക്കായിട്ട് നമുക്ക് നിത്യം ഈ മന്ത്രത്തെ ജപിക്കാം. നിത്യ പ്രാർത്ഥനയിൽ നവഗ്രഹ മന്ത്രങ്ങളെല്ലാം ക്രമത്തിൽ ജപിക്കുന്ന കൂട്ടത്തിൽ ചന്ദ്രമന്ത്രം ജപിച്ചതിന് ശേഷം ചൊവ്വയുടെ മന്ത്രം ജപിക്കുക. ചൊവ്വയ്ക്ക് കുജൻ എന്നും പേരുണ്ട്, അങ്കാരകൻ എന്നും പേരുണ്ട്. ദാമ്പത്യ ഭദ്രതയ്ക്കും ദമ്പതികൾ തമ്മിൽ പരസ്പരം ഒരു ആകർഷണവും ബഹുമാനവും ഐക്യവും ഒക്കെ ഉണ്ടാകുന്നതിനായിട്ടും നമുക്ക് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ആ കാര്യത്തിലേക്ക് കാര്യസാധ്യം നേടിയെടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ദാമ്പത്യ ഭദ്രതയ്ക്കായിട്ട് ജപിക്കാവുന്ന നാഗമന്ത്രത്തെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. നാഗദൈവങ്ങൾ നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ്, കുണ്ടലിനി ശക്തിയുടെ രൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശേഷ ഫലസിദ്ധിയുണ്ട് നാഗമന്ത്രങ്ങൾക്ക്. ദമ്പതികൾ തമ്മിൽ കലഹങ്ങളുള്ളവർ നിത്യം ഈ മന്ത്രത്തെ ജപിക്കുക. ഒരു ഐക്യം ഉണ്ടാകുന്നതിനും ദാമ്പത്യ ഭദ്രതയ്ക്കും നല്ല ഐശ്വര്യകരമായിട്ടുള്ള കുടുംബജീവിതത്തിനും ഒക്കെ അത് സഹായിക്കും. ഈ മന്ത്രം ജപിക്കേണ്ട വിധിപ്രകാരം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രം 21 പ്രാവശ്യം വീതം 21 ദിവസം അടുപ്പിച്ച് നിത്യം ജപിക്കുകയാണ് വേണ്ടത്. സ്ത്രീകൾക്ക് ഇത് 7 ഗുണിതങ്ങളായിട്ട് 3 പ്രാവശ്യമായിട്ട് ജപിക്കാവുന്നതാണ്. 21 ദിവസം ഈ മന്ത്രത്തെ കാലത്തും വൈകിട്ടും ജപിക്കണം, 21 പ്രാവശ്യം വീതം. ഈ മന്ത്രം ജപിക്കുക വഴി ദാമ്പത്യ കലഹം മാറുന്നത് കൂടാതെ പ്രേമസാബല്യത്തിനും ആഗ്രഹ സാബല്യത്തിനും ഒക്കെ ഈ മന്ത്രം വിശേഷമായിട്ട് ജപിക്കാറുണ്ട്. നമുക്ക് നേരിട്ട് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതി മോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായ തേ നമഃ. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതി മോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായ തേ നമഃ. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതി മോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായ തേ നമഃ. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതി മോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായ തേ നമഃ. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതി മോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായ തേ നമഃ. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതി മോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായ തേ നമഃ. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതി മോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായ തേ നമഃ. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതി മോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായ തേ നമഃ. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതി മോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായ തേ നമഃ. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം 21 പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും കൃത്യമായിട്ട് നിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ദാമ്പത്യ കലഹം ഇല്ലാതാകുകയും പ്രേമസാബല്യത്തിനും മനോകാമനകൾ പൂർത്തീകരിക്കുന്നതിനും ദമ്പതികൾ തമ്മിൽ പരസ്പരം ഐക്യമുണ്ടാകുന്നതിനും നല്ല ഐശ്വര്യകരമായിട്ടുള്ള ജീവിതത്തിനും ഒക്കെ അത് സഹായിക്കും. കൂടാതെ പരസ്പര ആകർഷണത്തിനും ഇഷ്ടത്തിനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ മന്ത്രം. ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക, നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകും. ദൃഷ്ടിദോഷം ഇല്ലാതാക്കാനുള്ള ദുർഗാ ഭഗവതി മന്ത്രം. കണ്ണ്, കമ്പേറ്, കണ്ണ് ദോഷം തുടങ്ങി വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ദൃഷ്ടിദോഷത്തെ എപ്രകാരം ഇല്ലാതാക്കണം, ആ ദോഷം മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ ജപിക്കാവുന്ന ദുർഗാദേവിയുടെ മന്ത്രമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സൂക്ഷ്മ മാനസിക തലങ്ങളിൽ മറ്റുള്ളവരുടെ വിരോധ ദൃഷ്ടി മൂലം ഉണ്ടാകുന്ന വിപരീത ഊർജത്തെ ഇല്ലാതാക്കി ആ ദൃഷ്ടിദോഷത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ദൃഷ്ടിദോഷ ശാന്തിക്കായിട്ടുള്ള ദുർഗാ ഭഗവതി മന്ത്രം. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ഹ്രീം ദും ദുർഗായ നമ. 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 ഇപ്രകാരം ദുർഗാ ഭഗവതിയുടെ ഈ മൂലമന്ത്രത്തെ നിങ്ങൾ 108 പ്രാവശ്യം വീതം ദിനവും രാവിലെയും വൈകിട്ടും ജപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൃഷ്ടിദോഷത്തിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ സൂക്ഷ്മ മാനസിക തലങ്ങളെ ഉത്തേജിപ്പിച്ച് മറ്റുള്ളവരുടെ വിരോധ ദൃഷ്ടി മൂലമുണ്ടാകുന്ന കൺദോഷത്തെ ഇല്ലാതാക്കി നമ്മളുടെ പ്രവർത്തനങ്ങളിൽ വിജയിക്കാനും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും. ദുരിതങ്ങളെല്ലാം അകലാനായിട്ടും നമ്മളുടെ ദുഃഖങ്ങളെല്ലാം നീങ്ങി നമുക്ക് നല്ല ഐശ്വര്യപ്രദമായ ഒരു ജീവിതത്തെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിത്യം ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. ദുർഗാ ഭഗവതിയുടെ മന്ത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ദുർഗാ ഭഗവതിയുടെ ധ്യാന മന്ത്രമാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്.
ഭാഗ്യദായക മന്ത്രമായിട്ടാണ് ഈ മന്ത്രത്തെ അറിയപ്പെടുന്നത്. ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലെ 46-ാമത്തെ ശ്ലോകമാണ് ഈ മന്ത്രം. ദുർഗമൻ എന്ന അസുരനെ വധിച്ചതിനാലാണ് ദേവിക്ക് ദുർഗ എന്ന് പേര് ലഭിച്ചത്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. ഓം ദുർഗാം ധ്യായതു ദുർഗതി പ്രശമനിം ദുർവാദളശ്യാമളാം ചന്ദ്രാർദ്ദോജ്വലശേഖരാം ത്രിനയനാം മാവീതവാസോവസാം ചക്രം ശംഖുമിഷും ധനുശ്ചദതിം കോദണ്ഡബാണാംശയോർ മുദ്രേവാഭയകാമദേ സഗടിബദ്ധാഭീഷ്ടതാം വാനയോ. ഓം ദുർഗാം ധ്യായതു ദുർഗതി പ്രശമനിം ദുർവാദളശ്യാമളാം ചന്ദ്രാർദ്ദോജ്വലശേഖരാം ത്രിനയനാം ആവീതവാസോവസാം ചക്രം ശംഖുമിഷും ധനുശ്ചദതിം കോദണ്ഡബാണാംശയോർ മുദ്രേവാഭയകാമദേ സഗടിബദ്ധാഭീഷ്ടതാം വാനയോ. ഓം ദുർഗാം ധ്യായതു ദുർഗതി പ്രശമനിം ദുർവാദളശ്യാമളാം ചന്ദ്രാർദ്ദോജ്വലശേഖരാം ത്രിനയനാം ആപീതവാസോവസാം ചക്രം ശംഖുമിഷും ധനുശ്ചദതിം കോദണ്ഡബാണാംശയോർ മുദ്രേവാഭയകാമദേ സഗടിബദ്ധാഭീഷ്ടതാം വാനയോ. ഈ ദുർഗാ ധ്യാന മന്ത്രത്തെ നിങ്ങൾ നിത്യം 36 തവണ വീതം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ എല്ലാ പ്രയോജനങ്ങളും ലഭിക്കുന്നതാണ്. കൂടാതെ ഞാൻ നേരത്തെ അവതരിപ്പിച്ചിരുന്നു ദുർഗയുടെ മൂലമന്ത്രം. ആ മൂലമന്ത്രത്തെ ഇതിനു ശേഷം 84 തവണ ജപിക്കുകയാണെങ്കിൽ കൂടുതൽ വിശേഷ ഫലത്തെ അത് നൽകുന്നതാണ്. ഓം ഹ്രീം ദും ദുർഗായേ നമ, ഓം ഹ്രീം ദും ദുർഗായേ നമ, ഓം ഹ്രീം ദും ദുർഗായേ നമ എന്നാണ് ദുർഗാ ഭഗവതിയുടെ മൂലമന്ത്രം. ഈ മൂലമന്ത്രത്തെ 84 തവണ കൂടി ഇതിനോടൊപ്പം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിശേഷ ഫലത്തെ അത് നൽകുന്നതാണ്. ചില വ്യക്തികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ആ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് ദുഃഖങ്ങൾ ഇല്ലാത്തവർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് ജീവിതം വലഞ്ഞവർക്കും ഒക്കെ നിത്യം ജപിക്കാവുന്ന ഏറ്റവും ഫലദായകമായിട്ടുള്ള ഒരു വിശേഷ മന്ത്രമാണ് ഞാൻ ഇന്ന് അവതരിപ്പിച്ചത്. പഠന മികവിന് ജപിക്കേണ്ടതായിട്ടുള്ള 12 ദേവി മന്ത്രം ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വിദ്യാവിജയത്തിനും ടെസ്റ്റുകളൊക്കെ പാസ്സാകാനുമായിട്ടും ബുദ്ധി വികാസത്തിനും ഒക്കെ ആയിട്ട് നിത്യം ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. പ്രഭാതത്തിൽ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കാവുന്ന മന്ത്രമാണ്. ഈ മന്ത്രം 7 പ്രാവശ്യം ജപിക്കുക. 12 മന്ത്രങ്ങളാണ്, 12 നാമങ്ങളാണ്. ഈ 12 നാമത്തെ ഒരു പ്രാവശ്യം ജപിക്കുക. അപ്രകാരം 7 പ്രാവശ്യം ആ മന്ത്രത്തെ ജപിച്ചതിന് ശേഷം ഒരു വെള്ളിയാഴ്ചയിലാണ് ഇത് ആരംഭിക്കേണ്ടത്. 12 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ജപിക്കുക. ഈ മന്ത്രത്തിന്റെ ഫലസിദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. ഓം സുസത്യായേ നമ, ഓം വേദമാർഗായേ നമ, ഓം വജ്രൈശ്വര്यै നമ, ഓം സനാതന്യേ നമ, ഓം പുരസുന്ദര്यै നമ, ഓം ചക്രേശ്വര്यै നമ, ഓം സൂര്യകാന്തായേ നമ, ഓം സാമഗാനരതായേ നമ, ഓം മഹാജ്ഞാനിന്യേ നമ, ഓം സുഷുമ്നായേ നമ, ഓം സുമേഖലായേ നമ, ഓം മാഹേശ്വര്यै നമ, ഓം സുസത്യായേ നമ, ഓം വേദമാർഗായേ നമ, ഓം വജ്രേശ്വര്यै നമ, ഓം സനാതന്യേ നമ, ഓം പുരസുന്ദര്यै നമ, ഓം ചക്രേശ്വര്यै നമ, ഓം സൂര്യകാന്തായേ നമ, ഓം സാമഗാനരതായേ നമ, ഓം മഹാജ്ഞാനിന്യേ നമ, ഓം സുഷുമ്നായേ നമ, ഓം സുമേഖലായേ നമ, ഓം മാഹേശ്വര്यै നമ, ഓം സുസത്യായേ നമ, ഓം വേദമാർഗായേ നമ, ഓം വജ്രേശ്വര്यै നമ, ഓം സനാതന്യേ നമ, ഓം പുരസുന്ദര്यै നമ, ഓം ചക്രേശ്വര്यै നമ, ഓം സൂര്യകാന്തായേ നമ, ഓം സാമഗാനരതായേ നമ, ഓം മഹാജ്ഞാനിന്യേ നമ, ഓം സുഷുമ്നായേ നമ, ഓം സുമേഖലായേ നമ, ഓം മാഹേശ്വര്यै നമ. ഇപ്രകാരം ഈ 12 ദേവി മന്ത്രത്തെ നിത്യം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠന മികവും ബുദ്ധി സാമർഥ്യവും പരീക്ഷകളിലെ വിജയങ്ങളും ടെസ്റ്റുകളിലൊക്കെ വിജയങ്ങളിലും ഒക്കെ നേടാൻ സാധിക്കുന്നതാണ്.
ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ദ്വിജഗണപതി ഭാവത്തെയാണ്. വീഡിയോ അവസാനം വരെ കാണുക. ദ്വിജഗണപതി ഭാവത്തിന്റെ മന്ത്രവും വിശേഷ ഫലദാന സ്ഥിതിയും വിശേഷ രൂപ വർണ്ണനയും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. പാണ്ഡിത്യം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദ്വിജഗണപതിയെ നിത്യം ഭജിക്കാവുന്നതാണ്. കൂടാതെ വിദ്യ ഉന്നതി, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക എന്നീ കാര്യങ്ങൾക്കും ദ്വിജഗണപതിയെ നിത്യം ഭജിക്കാം. അതായത് വിദ്യയും അറിവും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഭജിക്കാനും ജപിക്കാനും പറ്റിയ മന്ത്രമാണ് ദ്വിജഗണപതി മന്ത്രം. വിധിപ്രകാരം ഗുരുപദേശത്തോടു കൂടി ജപിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലസിദ്ധി ലഭിക്കുന്നതാണ്. അല്ലാതെ തന്നെയും ഏത് സാധാരണക്കാർക്കും ദ്വിജഗണപതി മന്ത്രത്തെ നിത്യം ഭജിക്കാവുന്നതാണ്, നിത്യം ജപിക്കാവുന്നതാണ്. ഇനി നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം യഹ് പുസ്തകാക്ഷ ഗുണദണ്ഡ കമണ്ഡലുശ്രീ വിദ്യോതമാന കരഭൂഷണം ഇന്ദുവർണം സ്തംഭേരമാനന ചതുഷ്ടയ ശോഭമാനം ത്വാം യഹ് സ്മരേത് ദ്വിജഗണാധിപതേ സധന്യഃ. ഓം യഹ് പുസ്തകാക്ഷ ഗുണദണ്ഡ കമണ്ഡലുശ്രീ വിദ്യോതമാന കരഭൂഷണം ഇന്ദുവർണം സ്തംഭേരമാനന ചതുഷ്ടയ ശോഭമാനം ത്വാം യഹ് സ്മരേത് ദ്വിജഗണാധിപതേ സധന്യഃ. ഓം യഹ് പുസ്തകാക്ഷ ഗുണദണ്ഡ കമണ്ഡലുശ്രീ വിദ്യോതമാന കരഭൂഷണം ഇന്ദുവർണം സ്തംഭേരമാനന ചതുഷ്ടയ ശോഭമാനം ത്വാം യഹ് സ്മരേത് ദ്വിജഗണാധിപതേ സധന്യഃ. ഓം യഹ് പുസ്തകാക്ഷ ഗുണദണ്ഡ കമണ്ഡലുശ്രീ വിദ്യോതമാന കരഭൂഷണം ഇന്ദുവർണം സ്തംഭേരമാനന ചതുഷ്ടയ ശോഭമാനം ത്വാം യഹ് സ്മരേത് ദ്വിജഗണാധിപതേ സധന്യഃ. ഓം യഹ് പുസ്തകാക്ഷ ഗുണദണ്ഡ കമണ്ഡലുശ്രീ വിദ്യോതമാന കരഭൂഷണം ഇന്ദുവർണം സ്തംഭേരമാനന ചതുഷ്ടയ ശോഭമാനം ത്വാം യഹ് സ്മരേത് ദ്വിജഗണാധിപതേ സധന്യഃ. ഓം യഹ് പുസ്തകാക്ഷ ഗുണദണ്ഡ കമണ്ഡലുശ്രീ വിദ്യോതമാന കരഭൂഷണം ഇന്ദുവർണം സ്തംഭേരമാനന ചതുഷ്ടയ ശോഭമാനം ത്വാം യഹ് സ്മരേത് ദ്വിജഗണാധിപതേ സധന്യഃ. ഇപ്രകാരം ഈ മന്ത്രത്തെ 108 പ്രാവശ്യം ജപിക്കാവുന്നവർ ജപിക്കുക. ഉപാസനയ്ക്കായിട്ട് ഉദ്ദേശിക്കുന്നവർ ഗുരു ഉപദേശപ്രകാരം ഈ മന്ത്രത്തെ ജപസിദ്ധി വരുത്തുക. അതിനുശേഷം നിശ്ചിത സംഖ്യകൾ തെരഞ്ഞെടുത്തുകൊണ്ട് നിത്യം ജപിക്കാം. സാധാരണയായിട്ട് മന്ത്രങ്ങൾ 9, 21, 36, 41 എന്നീ തവണകളിലൊക്കെയാണ് ജപിക്കുന്നത്. അതായത് ഗുരുപദേശപ്രകാരം ജപിക്കുക. നമുക്കിനി ദ്വിജഗണപതി രൂപത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് പരിശോധിക്കാം. ദ്വിജഗണപതി രൂപത്തിന് 4 ശിരസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ 4 കൈകളാണ് ദ്വിജഗണപതിക്കുള്ളത്. അപ്രകാരം ഓരോ കൈകളിലും പുസ്തകം, ജപമാല, ദണ്ഡം, കമണ്ഡലു എന്നീ വസ്തുക്കളെ പിടിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള ഗണപതി രൂപത്തെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ശ്ലോകത്തിന്റെ മന്ത്രത്തിന്റെ അർത്ഥം. ദ്വിജഗണപതി രൂപത്തെ ഭജിക്കുന്ന ഏവർക്കും അറിവ്, ബുദ്ധി, വിദ്യാ ഉന്നതി എന്നീ കാര്യങ്ങൾ നിശ്ചയമായിട്ടും ലഭിക്കുന്നതാണ്. ക്ഷിപ്ര ഫലദാന ശക്തി ഉള്ള ഗണപതി രൂപമാണിത്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ദ്വിമുഖ ഗണപതി ഭഗവാനെയാണ്. ദ്വിമുഖ ഗണപതി ഭഗവാന്റെ മന്ത്രവും പ്രത്യേകതകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദ്യ വിഷയമാക്കിയിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം. അതിവശ്യമായിട്ടുള്ള ഒരു ഗണപതി ഭാവമായിട്ടാണ് ദ്വിമുഖ ഗണപതി ഭാവത്തെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കാര്യസാധ്യങ്ങൾക്ക് ഏവർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ദ്വിമുഖ ഗണപതി മന്ത്രം. നമ്മുടെ ഏത് കാര്യങ്ങളും സാധിച്ചെടുക്കാനായിട്ട് ദ്വിമുഖ ഗണപതിയെ ഭജിക്കാം. ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് കാര്യസാധ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം സ്വതന്ത്ര പാശാങ്കുശരത്നപാത്രം കരേർ ദധാനോ ഹരിനീലഗാത്ര രക്താംശുകോ രത്നകിരീടമൗലി ഭൂത്യേ സദാമേ ദ്വിമുഖോ ഗണേശ. ഓം സ്വതന്ത്ര പാശാങ്കുശരത്നപാത്രം കരേർ ദധാനോ ഹരിനീലഗാത്ര രക്താംശുകോ രത്നകിരീടമൗലി ഭൂത്യേ സദാമേ ദ്വിമുഖോ ഗണേശ. ഓം സ്വതന്ത്ര പാശാങ്കുശരത്നപാത്രം കരേർ ദധാനോ ഹരിനീലഗാത്ര രക്താംശുകോ രത്നകിരീടമൗലി ഭൂത്യേ സദാമേ ദ്വിമുഖോ ഗണേശ. ഓം സ്വതന്ത്ര പാശാങ്കുശരത്നപാത്രം കരേർ ദധാനോ ഹരിനീലഗാത്ര രക്താംശുകോ രത്നകിരീടമൗലി ഭൂത്യേ സദാമേ ദ്വിമുഖോ ഗണേശ. ഓം സ്വതന്ത്ര പാശാങ്കുശരത്നപാത്രം
കരേർ ദധാനോ ഹരിനീലഗാത്ര രക്താംശുകോ രത്ന കിരീടമൗലി ഭൂത്തേ സദാമേ ദ്വിമുഖോ ഗണേശ. ഓം സ്വതന്ത്ര പാശാങ്കുശ രത്നപാത്രം കരേർ ദധാനോ ഹരിനീലഗാത്ര രക്താംശുകോ രത്ന കിരീടമൗലി ഭൂത്തേ സദാമേ ദ്വിമുഖോ ഗണേശ. കാര്യസാധ്യത്തിനായിട്ട് ഈ ഗണപതി മന്ത്രത്തെ നമുക്ക് 108 പ്രാവശ്യം നിത്യം ജപിക്കാം. ഉപാസനയ്ക്കായിട്ടും നിത്യജപത്തിനായിട്ടും ഒക്കെ ഈ മന്ത്രത്തെ പ്രയോഗിക്കാം. ഇനി നമുക്ക് ഗണപതി ഭഗവാന്റെ ഭാവവിശേഷങ്ങളൊന്ന് പരിശോധിക്കാം. ദ്വിമുഖ ഗണപതി, പേരിൽ തന്നെ 2 മുഖങ്ങളുള്ള ഗണപതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 4 കൈകളുണ്ട് ദ്വിമുഖ ഗണപതി ഭഗവാന്. ഭഗവാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് ചോരയുടെ ചുവപ്പ് നിറമാണ് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ 4 കൈകളിലും ഓരോന്നിലായിട്ട് ഭഗവാൻ സ്വന്തം കൊമ്പ്, കയർ, തോട്ടി, രത്നപാത്രം എന്നീ കാര്യങ്ങളെയാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്രകാരം വിശേഷ ഫലസിദ്ധിയുള്ള ദ്വിമുഖ ഗണപതി ഭാവത്തെ എല്ലാവരും ഭജിക്കുക. എല്ലാവർക്കും ദ്വിമുഖ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം എല്ലാം വിവിധ തരത്തിൽ വഴിപാടുകൾ, ഓരോ ദേവതയ്ക്കും വഴിപാടുകൾ ചെയ്യാറുണ്ട്. എന്നാൽ ആ ദേവതയുടെ മൂലമന്ത്രവും മറ്റു കാര്യങ്ങളും എന്തൊക്കെ വഴിപാടുകൾ പ്രധാനമായിട്ട് ചെയ്യാം എന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകമായിട്ട് പൂജാദ്രവ്യങ്ങളും നിവേദ്യത്തിനുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ദേവതയ്ക്ക് വഴിപാട് ചെയ്ത് മന്ത്രങ്ങളും കൂടെ ജപിക്കുകയാണെങ്കിൽ ആ വഴിപാടുകൾക്ക് 100% ഫലസിദ്ധി ഉണ്ടാകും. ഇന്ന് പലരും വഴിപാടിന് ക്ഷേത്രത്തിൽ നൽകിയിട്ട് ക്ഷേത്രത്തിൽ പോലും പോകാതെ ഒന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ വഴിപാടുകൾ നടത്താറുണ്ട്. എന്നാൽ അതിന്റെ ഫലസിദ്ധിയെ നമുക്ക് 100% വിശ്വസിക്കുക വയ്യ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വഴിപാടുകൾ ചെയ്യുമ്പോൾ ആ വഴിപാടുകളുടെ പൂർണ്ണ വിവരം അറിഞ്ഞുകൊണ്ട് മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് 100% ഫലസിദ്ധി ഉണ്ടാകും. ഇങ്ങനെയുള്ള ഓരോ ദേവതയ്ക്കും പ്രധാനമായിട്ട് നാം അറിയേണ്ട കാര്യങ്ങള്, ജപിക്കേണ്ടതായിട്ടുള്ള മന്ത്രങ്ങള്, നിവേദ്യ കാര്യങ്ങള്, പൂജാപുഷ്പങ്ങൾ തുടങ്ങി കാര്യങ്ങളെല്ലാം ലഘുവായിട്ട് പ്രതിപാദിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് വരും ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ നൽകുന്നത്. അതിന്റെ 1ാം ഭാഗം എന്ന നിലയിൽ ഗണപതി ഭഗവാനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ഉൾപ്പെടെയുള്ള വീഡിയോയിലേക്ക് കടക്കാം. ഗണപതി ഭഗവാൻ വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്ന ഈശ്വരനാണ്. ഗണപതി ഭഗവാൻ ഇഷ്ടപ്പെട്ട പൂജാസാധനം കറുകയാണ്. അപ്പവും മോദകവുമാണ് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ. അഷ്ടോത്തരാർച്ചന, ഗണപതി സൂക്താർച്ചന എന്നീ അർച്ചനകളാണ് ഗണപതി ഭഗവാൻ ഇഷ്ടപ്പെട്ട നാം ചെയ്യേണ്ടതായിട്ടുള്ള അർച്ചനകൾ. വിഘ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഗണപതി ഹോമം നടത്തുന്നതും ഗണേശന് പ്രീതികരമാണ്. ഇത് കൂടാതെ നമ്മളുടെ അഹന്തയും അഹങ്കാരവും എല്ലാം ഇല്ലാതാക്കാനായിട്ട് നാളികേരം ഉടയ്ക്കുന്നതും ഗണപതി ഭഗവാന് ഇഷ്ടപ്പെട്ടതാണ്. ഇനി നമുക്ക് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രത്തെ കൂടി പരിചയപ്പെടാം. ഓം ഗം ഗണപതയേ നമഃ. 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 മേൽപ്പറഞ്ഞ വഴിപാടുകളിൽ ഏതെങ്കിലും നടത്തുന്ന ദിവസം നാം സ്വയം ഈ മൂലമന്ത്രത്തെ കൂടി ജപിച്ചുകൊണ്ട് വഴിപാടുകൾ നടത്തുക. ഭഗവാന്റെ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തുക. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകും. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വിഘ്നങ്ങൾ ഇല്ലാതാക്കി അവരുടെ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കട്ടെ. ദൈവിക പക്ഷിയായിട്ടുള്ള ഗരുഡനെ കാണുന്നത് അപൂർവമാണ്. ആ ഗരുഡനെ ഇപ്രകാരം ദർശിച്ചാൽ വളരെയധികം പുണ്യം ലഭിക്കുന്നതായിട്ട് കരുതാറുണ്ട്. നമ്മളുടെ ശാസ്ത്രങ്ങളിൽ വളരെ വിശേഷമായിട്ടാണ് ഗരുഡ ദർശന ഫലത്തെ പറയുന്നത്. ഗരുഡനെ ദർശിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം, ഗരുഡ ദർശനത്തിന്റെ ഫലങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അത് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കും ആണ് എനിക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് പ്രോത്സാഹനം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചിറക് തവിട്ട് നിറത്തിലുള്ളതും തല വെള്ള നിറത്തിലുള്ളതുമായിട്ടുള്ള കൃഷ്ണപ്പരുന്തിനെയാണ് ഗരുഡൻ എന്ന് പറയാറുള്ളത്. കൃഷ്ണപ്പരുന്തിനെ ആകാശത്തിൽ കാണുന്നത് വിശേഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കാണുന്ന അവസരങ്ങളിൽ നാം നമ്മുടെ വലത് കൈയുടെ മോതിര വിരൽ കൊണ്ട് 2 ചെവികളിലും
3 പ്രാവശ്യം വീതം സ്പർശിച്ചതിന് ശേഷം ചൊല്ലേണ്ട മന്ത്രമാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്രകാരം ഗരുഡനെ ദർശിക്കുമ്പോൾ വിരൽ കൊണ്ട് ഇരു ചെവികളിലും സ്പർശിച്ചതിന് ശേഷം തൊഴുത് ഗരുഡനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലുക. നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം. മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം കുങ്കുമാങ്കിതവർണ്ണായ കുന്ദേന്ദു ധവളായ ച വിഷ്ണുവാഹന നമസ്തുഭ്യം പക്ഷിരാജായ തേ നമഃ. ഓം കുങ്കുമാങ്കിതവർണ്ണായ കുന്ദേന്ദു ധവളായ ച വിഷ്ണുവാഹന നമസ്തുഭ്യം പക്ഷിരാജായ തേ നമഃ. ഓം കുങ്കുമാങ്കിതവർണ്ണായ കുന്ദേന്ദു ധവളായ ച വിഷ്ണുവാഹന നമസ്തുഭ്യം പക്ഷിരാജായ തേ നമഃ. ഇപ്രകാരം ഈ മന്ത്രത്തെ 3 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. നമുക്കിനി വിശേഷമായിട്ട് ലഭിക്കുന്ന ഗരുഡ ദർശനത്തിന്റെ ഫലങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഞായറാഴ്ച ദിവസം ഗരുഡനെ ദർശിച്ചാൽ രോഗശമനമാണ് ശാസ്ത്രങ്ങളിൽ ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസം ദർശിക്കുക വഴി ദേഹസൗഖ്യവും, ചൊവ്വാഴ്ച ദിവസം ദർശിക്കുക വഴി ദുഃഖശമനവും, ബുധനാഴ്ച ദിവസം ദർശിക്കുക വഴി അഭീഷ്ടസിദ്ധിയും, വ്യാഴാഴ്ച ദിവസം ദർശിക്കുക വഴി ആഗ്രഹ സാഫല്യവും, വെള്ളിയാഴ്ച ദിവസം ദർശിക്കുക വഴി ആപത്തുകളിൽ നിന്ന് മോചനം ഉണ്ടാകുകയും, ശനിയാഴ്ച ദിവസം ഗരുഡനെ ദർശിക്കുക വഴി ദീർഘായുസ് ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്രകാരം ഈ ഫലങ്ങൾ ലഭിക്കാനായിട്ട് വിഷ്ണു ഭഗവാനെയും ഗരുഡ ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ ജപിക്കുക, ഗരുഡനെ പ്രാർത്ഥിക്കുക, ഗരുഡനെ നമസ്കരിക്കുക. ഇപ്രകാരം വിശേഷ ദർശനം ലഭിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഗരുഡ ദർശന ഫലം പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.